ഇന്നേ നല്ലൊരു ഉള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ? നിങ്ങൾ ഉള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നാരങ്ങ, ഇഞ്ചി, മാങ്ങ ഇതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഒന്നാണ് ഈ ഉള്ളി അച്ചാർ. നല്ല തണുപ്പും കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി എന്താണെന്ന് അറിയാമോ? ഞാൻ ഇത് വിനാഗിരിയിലിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഒരിക്കലും ചീത്തയാവത്തില്ല ഇങ്ങനെതാ വെച്ചാൽ. ഞാൻ ഇന്നാൾ വിനാഗിരി ഇഞ്ചി ഉപ്പിലിട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളകും. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. മാക്സിമം നല്ലെണ്ണ തന്നെ നോക്കണം. അച്ചാറുകൾക്കെല്ലാം നല്ലെണ്ണയാണ് നല്ലത്, അല്ലേ? വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാറിപ്പോവും. അതുകൊണ്ട് നല്ലെണ്ണ മാസങ്ങളോളം ഇരിക്കും അച്ചാർ. അതിനാണ് നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം കുറച്ച് കടുകും ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ എടുത്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് തന്നെ നല്ലവണ്ണം അത് പൊട്ടി വന്നോളും. അതൊന്ന് നല്ലവണ്ണം പൊട്ടി വരട്ടെ. ഏകദേശം പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളി അച്ചാർ നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഉള്ളി ഇല്ലാത്ത വീടുകൾ കാണത്തില്ലല്ലോ, അല്ലേ? ചെറിയ ഉള്ളി ഇല്ലാത്ത വീടുകൾ കാണത്തില്ല. ഇനി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഇതിലോട്ട് ചേർക്കാം. ഇഞ്ചിയൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ഇഞ്ചി കൂടുതൽ കിട്ടുവാണെങ്കിൽ കുറച്ച് ഇങ്ങനെ നീളത്തിന് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപ്പിലിട്ട് ഉണ്ടാക്കി വയ്ക്കാം. അടുത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരട്ടെ. വെളുത്തുള്ളി വേണമെങ്കിലും ഞാനത് ഇട്ടിട്ടുണ്ട്. ഞാനത് ആ വീഡിയോ കാണിച്ചു തരാം. വെളുത്തുള്ളി ഉപ്പിട്ട് വച്ചേക്കുന്നത് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആരോഗ്യത്തിന് ഇതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ഇതുപോലെ എടുക്കുകയും ചെയ്യാം. വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമല്ലേ. പക്ഷേ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ ചീത്തയാവത്തില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് അങ്ങോട്ട് ഇടാം. അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഒന്ന് ചുവന്ന് വരട്ടെ. ചെറുതായിട്ട് ചുവന്നാൽ മതി, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ചുവന്ന് കിട്ടിയാൽ മതി. അതായത് അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. ഒരല്പം കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കുഞ്ഞുള്ളി, അവനാണ് താരം. അപ്പം ചെറിയ ഉള്ളിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഒന്ന് നിറം മാറി വരട്ടെ. നിറം ഒരുപാട് മാറണ്ട, ജസ്റ്റ് ഒന്ന് നിറം, അതായത് പച്ചപ്പ് ഒന്ന് മാറിയാൽ മതി ഇതിൻ്റെ എല്ലാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് നാരങ്ങ അച്ചാറാണെങ്കിൽ ഒരുപാട് സമയം വേണം. നാരങ്ങ വെന്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ ഉള്ളി അച്ചാറിന് ഒട്ടും സമയം വേണ്ട. ഒരു 6-7 മിനിറ്റിനകം തന്നെ നമുക്ക് ഈ അച്ചാർ റെഡിയാക്കി എടുക്കാം. ആരെങ്കിലും പെട്ടെന്ന് വരുവാണെങ്കിൽ അച്ചാറില്ല എന്ന് പേടിക്കേണ്ട. കുറച്ച് ഉള്ളി എടുക്കുക, പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുക. അതിനാണ് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടും. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല അച്ചാറിന്. ഇച്ചിരി വെന്താലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എടുത്ത് കഴിക്കാൻ ഉള്ളി കഷ്ണമായിട്ട് കിടക്കുന്നത് നല്ലതാണ്. കാണാനും നല്ലൊരു ഭംഗിയാണ്. നമ്മളൊരു പാത്രത്തിലൊക്കെ വിളമ്പുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഉള്ളി അച്ചാർ നല്ല ടേസ്റ്റുമാണ്. ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഉള്ളി എന്ന് പറയുന്നത്. അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചിടാം. നമുക്ക് തുറന്നു നോക്കി വല്ലപ്പോഴും ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കാരണം ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരുമല്ലോ, അതിൽ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി കായവും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഞാനൊക്കെ പാചകങ്ങൾ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി അറിയാം കേട്ടോ. ഒരിക്കൽ ഇട്ടാൽ മതി, എനിക്ക് കറക്റ്റ് ആവും കേട്ടോ. ഞാൻ വലുതായിട്ട് പറയുന്നതല്ല, വർഷങ്ങൾ കൊണ്ടേ നമ്മൾ ഈ ഫുഡൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഈ പാചകം തുടങ്ങുന്ന ആൾക്കാർക്കാണ് ഉപ്പിനൊരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ എനിക്ക് വരത്തില്ല കേട്ടോ. ഒരിക്കൽ ഇട്ടാൽ മതി, ഉപ്പ് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതൊന്ന് ആ മുളക് പൊടിയുടെയും മഞ്ഞയുടെയൊക്കെ ഒന്ന് പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ മുളക് പൊടിയൊക്കെ നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരല്പം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ വിനീഗർ, ഇങ്ങനെയൊക്കെ എന്ത് വേണോ പേര് പറയാം. ഇതാണ് ഇതിൻ്റെ മെയിൻ പുളിപ്പ് കിട്ടുന്ന സാധനം. ഇതാണ്. ഇതുകൂടെ ഒന്ന് ചേർത്ത്, കൂടുതൽ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇത്രയും ഞാൻ കുറച്ച് ഉള്ളിയേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ഒഴിച്ചത്. ഇത് നല്ല തിക്കായി വരും കേട്ടോ. ഇല്ലെങ്കിൽ വിനാഗിരിക്ക് പകരം പുളി ഒഴിക്കാം. ഞാൻ അവസാനമായി ചേർത്ത് ഒരല്പം ശർക്കര കൂടെയാണ്. കാരണം ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഉള്ളിക്ക് ഒരു മണം കാണുമല്ലോ, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ശർക്കര കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാർ, ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലിനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് തണുത്തതിന് ശേഷം തണുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പാത്രത്തിൽ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. കാരണം ചട്ടി എപ്പോഴും ചൂടായാണ് ഇരിക്കുന്നത്, അതിലിരുന്ന് ചിലപ്പോൾ ഉള്ളി വെന്ത് പോവും. അതുകൊണ്ട് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ കണ്ടോ, അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെറിയ ഉള്ളി വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ വീണ്ടും നമുക്ക് മനസ്സിനൊരു ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ അല്ലേ. കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇതാ കണ്ടോ, ചെറിയ ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന ഒരു സാധനമാണ് ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബായ്.